ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സഞ്ജയ് ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ആലോചനയും ഇല്ല എന്നുള്ളതാണ്. സഞ്ജയ്, താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കുട്ടിക്കാലം മുതലേ കുസൃതിക്കാരനാണ്, അതുപോലെ തന്നെ മനസ്സ് തകർന്ന ഒരു യുവരാജാവെന്നും പറയാൻ പറ്റും. അതെ. ആപ്കി അദാലത്തിൽ സുനിൽ ദത്ത് സാർ വരുന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വലിയ വലിയ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ വരാറുണ്ട്. അവരുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവർ സിഗരറ്റ് വലിക്കാറുണ്ട്. അതിനുശേഷം ആ സിഗരറ്റ് കുറ്റികൾ അവർ പുറത്തേക്ക് വലിച്ചെറിയും. അങ്ങനെ എറിഞ്ഞ ഒരു കുറ്റിയെടുത്ത് സഞ്ജു വലിക്കുന്നത് കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ രജിത് സാർ, ഒരു വരാണ്ട ഉണ്ടാവും. അവിടെ വരുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സും സിഗരറ്റ് വലിച്ചിട്ട് ബാക്കിയുള്ള കുറ്റിയൊക്കെ പുറത്തെറിയും. അപ്പം ഞാൻ അവിടെ താഴെ കിടന്നുകൊണ്ട് ആ കുറ്റിയൊക്കെ എടുത്ത് വലിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ദത്ത് സാർ വന്നിട്ട്, അല്ല, അവിടുന്ന് എങ്ങനെ ഈ പുക വരുന്നതെന്നുള്ളത് നോട്ട് ചെയ്തു. അദ്ദേഹം കുനിഞ്ഞു നോക്കിയ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ കിടന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് എന്നെ ബോർഡിംഗ് സ്കൂളിലോട്ട് അയച്ചതാ. മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടിരുന്നു, താങ്കളെ പല സമയങ്ങളിലും വെയിലത്ത് നിർത്തിയെന്ന്. ദത്ത് സാർ അന്ന് കാശ്മീരിൽ ഷൂട്ടിങ്ങിലായിരുന്നു. അന്ന് ഞാൻ കൊച്ചു പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദ്യം ചോദിച്ചു, അച്ഛൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് വലിക്കാൻ പാടില്ലെന്ന്. ആ സമയത്ത് തന്നെ വല്ലാണ്ട് അടിച്ചിരുന്നു അവര്. ദത്ത് സാർ വന്നിട്ട്, സിഗരറ്റല്ലേ വലിച്ചോട്ടെ, വിട്ടേക്കുന്ന. അദ്ദേഹം എന്താ ഇങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ വെച്ച് കത്തിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് അകത്തോട്ട് വലിക്കണ്ടേ, അകത്ത് വെച്ചിട്ട് മൂക്കൊഴി പുക മൊത്തം പുറത്തോട്ട് വിടണമെന്നും പറഞ്ഞു. ഞാനതങ്ങനെ ട്രൈ ചെയ്ത് അത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പം ദത്ത് സാറിന് വല്ലാണ്ട് ദേഷ്യം വന്നു. വെയിലത്ത് നിർത്തി എന്നെ നല്ല പോലെ ഇട്ട് അടിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ താങ്കളെ ബോർഡിംഗ് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്? അതെ, ഞാൻ ബോർഡിംഗ് സ്കൂൾ ലോറൻസ് സെനാറിലായിരുന്നു 11 വർഷം. ലോറൻസ് സ്കൂളിൽ താങ്കൾ എങ്ങനെയുള്ള കുസൃതികളാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി താങ്കളുടെ ടീച്ചേഴ്സിനോട് ഞങ്ങൾ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. താങ്കളുടെ ടീച്ചേഴ്സ് താങ്കളെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന് നമുക്ക് നോക്കാം. ഹലോ സഞ്ജു, എന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ ജൂനിയർ ഡോർമെട്രിയുടെ ഹൗസ് മാസ്റ്ററായിരുന്നു, ശിവാലിക് ഹൗസ്. കുഞ്ഞുപ്രായത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തന്നതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, അല്ല അതൊക്കെ മറന്നോ? പ്രത്യേകിച്ചും ചോളത്തെ പറ്റിയൊക്കെ. ചോളത്തിൻ്റെ റെയ്ഡ്, പോൾട്രി ഫാം റെയ്ഡിന് ശേഷം നിനക്ക് പണിഷ്മെൻ്റ് തന്നിരുന്നു. അപ്പോൾ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചും നിങ്ങൾ നന്നായതേയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഗുപ്ത. അദ്ദേഹം എൻ്റെ ഹിന്ദി ടീച്ചറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ഇദ്ദേഹം എന്ത് സ്കൂൾ പ്ലേ നടത്തിയാലും അതിൽ എന്നെ ഒരു വേലക്കാരനായിട്ടേ ഇടുള്ളൂ. ഓരോ വർഷത്തെ ഡ്രാമയിലും ഞാൻ ഒന്നെങ്കിൽ രാമു ആയിരിക്കും, ഇല്ലെങ്കിൽ സോമു ആയിരിക്കും. ഉറപ്പായിട്ട് സെർവൻ്റ് ആയിരിക്കും എനിക്ക്. സ്കൂളിൽ നിന്നും മറ്റൊരു കാര്യം കൂടി അറിയാനിടയായി. താങ്കൾ അത്ര കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ലവ് ലെറ്റേഴ്സ് എഴുതുന്നതിൽ കില്ലാടിയാണെന്ന് കേട്ടു. അതെ, സത്യമാണ്. ഞാൻ സ്കൂളിൽ ലെറ്റർ എഴുതുന്നത് സത്യം. 15 പേർക്ക് എഴുതിയാലേ ഓർണം കിട്ടുള്ളൂ എനിക്ക്. ആ കുസൃതി നിറഞ്ഞ പ്രേമം ഇപ്പോഴും താങ്കളുടെ ഉള്ളിലുണ്ടോ? രജത് സാർ ഇപ്പം എനിക്ക് കുറച്ച് പ്രായമായി. അപ്പോൾ മറ്റേ റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു പോയി. പക്ഷേ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് താങ്കളെക്കുറിച്ച് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരോടൊപ്പം താങ്കൾക്ക് സെറ്റാവുന്നോ ഇല്ലയോ, പക്ഷേ ഹീറോയിൻസിനൊപ്പം ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. വളരെ കറക്റ്റായിട്ടാണ് സാർ പറഞ്ഞത്. ആരെങ്കിലും എൻ്റെ അടുത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയിൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരും വന്നേ പറയുള്ളൂ. ഫേവറേറ്റ് തനിച്ച് നോക്കാൻ പറ്റില്ല. എവ്രി വൺ ആർ ഫേവറേറ്റ്. കാരണം താങ്കൾ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവർ സങ്കടപ്പെടും. അത് സത്യമാണ്. ദത്ത് സാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ നർഗീസ് മാഡം, ലോകത്തുള്ള സകല ആൾക്കാരും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ദത്ത് സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ പോകാം, കാരണം അദ്ദേഹത്തെ അത്രത്തോളം ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. താങ്കൾ വളരെ വേഗം ഒരു ആർട്ടിസ്റ്റ് ആണോന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ലേ? അതെന്തോ സത്യമാണ് രജിത് സാർ. അദ്ദേഹത്തിന് ഇതിനൊന്നും ആഗ്രഹമില്ല. എന്താന്ന് വെച്ചാൽ, ഞാൻ ഹയർ സ്റ്റഡീസിന് പോകണം, കോളേജ് കംപ്ലീറ്റ് ചെയ്യണം, ആക്ടർ ആവണം. എളുപ്പമുള്ള കാര്യമല്ലേ? കോളേജിൽ പോയി ആരൊക്കെ എക്സാമൊക്കെ എഴുതി തീർക്കുന്നേ. സോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ആക്ടർ ആവണമെന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് വളരെ എളുപ്പമാണെന്നാണോ മോനെ തോന്നുന്നത് എനിക്കെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് അത്ര എളുപ്പമല്ല, പക്ഷേ പഠിത്തത്തിനേക്കാൾ. അപ്പോൾ ശരി അച്ഛൻ വാ മോനെ എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ആക്ടർ ആവുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യമെന്ന്. അച്ഛൻ എനിക്ക് 2 വർഷം കരാത്തെ, ബോക്സിംഗ്, സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ്, അത് ഇതെന്ന് എല്ലാം പഠിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു പഠിത്തമാണ് എളുപ്പം. തുടക്കകാലത്ത് താങ്കൾ അഭിനയിച്ച സിനിമകളുടെ പേരുകൾ ഞാൻ കണ്ടു.
90s വന്ന സിനിമയാണ് ഖതർനാക്ക്. അതിൽ താങ്കൾ കില്ലർ സൂരജാണ്. സെഹ്റിയിലെയിൽ അതിൽ താങ്കൾ ഒരു കില്ലർ രാഖയായിട്ട് വന്നു. ക്രോത്തിൽ താങ്കൾ ഒരു ഡോൺ ആയിരുന്നു. 91-ൽ യോദ്ധ വന്നു, അതിലും ഡോണായിട്ടാണ് അഭിനയിച്ചത്. 93-ൽ ഖൽ നായക്, നായക് നഗി ഖൽ നായക് ഹൂമേ, ആതിഷ്, വാസ്തവ്, ഹഥിയാർ, ഖാട്ടെ. എല്ലാ സിനിമയിലും താങ്കൾ ഒരു ഗാങ്സ്റ്ററിനെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് രജിത് സാർ, നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് തരുന്ന റോളൊക്കെ ഇതാ ഇങ്ങനെയായിരുന്നു. ഒരു ഡാർക്ക് ക്യാരക്ടറാണെന്ന് പറയാൻ കഴിയില്ല. അത് ഒരു ഗ്രേ ക്യാരക്ടറിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആണ്. ഇപ്പം ഞാൻ ന്യൂസിനെ കുറിച്ചെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഒസാമ ബിൻ ലാഡന്റെ ന്യൂസാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് എല്ലാവരും കാണില്ലേ, ശരിയല്ലേ? യുനോ, ആക്ടിങ്ങിൽ നിങ്ങൾ വന്ന് നോക്കുവാണെങ്കിൽ ഇതൊക്കെ വളരെയധികം ചാലഞ്ചിങ് ആണ്. അങ്ങനത്തെ ഒരു റോൾ ഒരു അഭിനയിക്കും. വലിയ ഡയറക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, സഞ്ജയ് ദത്തിന് ഗണ്ണും പിസ്റ്റളും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. ഒരു ദിവസം സ്പോട്ടിൽ AK-47 എടുത്തോണ്ട് വന്നെന്നു അദ്ദേഹം പറഞ്ഞു. എന്റെ അമ്മോ, ഞാനത് എടുത്തോണ്ട് വന്നായിരുന്നു. അത് ഡമ്മി AK-47 ആണ്. സഞ്ജയ് ദത്തിന്റെ ഇമേജ് എങ്ങനെ മാറിയെന്ന് വെച്ചാൽ, സിനിമയിൽ സഞ്ജയ് ദത്താണ് ഗാങ്സ്റ്റർ. ശരിക്കുള്ള ഗാങ്സ്റ്റർ അല്ല. പിന്നെ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഗാന്ധിജി ആയിരിക്കും. കാരണം അവിടെയുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, അല്ലാണ്ട് എൻ്റെ പകയാളിയായിട്ട് അറിയില്ല. ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരുടെ അടുത്ത് സംസാരിക്കും ഞാൻ. അത് വർക്കറായാലും ശരി, വലിയൊരു ആക്ടറാണെങ്കിലും ശരി. മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, ഷാരൂഖും സൽമാനും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് താങ്കൾ മീഡിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നെന്ന്. ഇല്ല, ഞാൻ മീഡിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വിഷമമായിരുന്നു അത്. കാരണം എല്ലാം നമ്മുടെ ഒരു ഫാമിലി അല്ലേ. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ സാധാരണമല്ലേ നമ്മുടെ ഫാമിലിയിലെ. സംസാരിക്കാൻ പറ്റില്ലാത്ത അളവിന് അതുണ്ടായിരുന്നു, നന്നായിരുന്നു വിചാരിച്ചു. ഞാൻ സംസാരിച്ച് നോക്കിയതാണ്. ഒരു ഫാമിലി ആവുമ്പോൾ വഴക്കും സന്തോഷവും എല്ലാം സാധാരണ. പക്ഷെ ഒരു സമയത്ത് ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളുടെ ഇമേജ് അത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ വളരെ അഗ്രസീവായിരുന്നു. താങ്കൾക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള റോൾസ് ഒക്കെ കിട്ടിയത്. പക്ഷെ താങ്കൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം താങ്കളുടെ ക്യാരക്ടർ തന്നെ മാറി. താങ്കൾക്ക് സോഫ്റ്റ് ക്യാരക്ടറും കിട്ടാൻ തുടങ്ങി. മുന്നാബായി, MBBS, പിന്നെ ഗാന്ധി പോലുള്ള റോൾസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അതിനു മുമ്പേ സാജൻ ചെയ്തിട്ടുണ്ട്. സാജൻ ഒരു ലവ് സ്റ്റോറിയാണ്. സടക്, അതും ഒരു ലവ് സ്റ്റോറിയാണ്. യുനോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുന്നാബായിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് ശരിക്കും ഒരു നല്ല ക്യാരക്ടർ കിട്ടി. അതൊരിക്കലും എന്നെക്കൊണ്ട് മറക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലിപ്പോ ഏതൊരു വ്യക്തി തെറ്റ് ചെയ്താലും അവരെ കാണാൻ വേണ്ടി ബൊക്കയോടാണ് ജനങ്ങൾ ചെല്ലുന്നത്. അത് സത്യമാണ്. താങ്കൾ എത്തിയിരിക്കുന്ന സ്ഥാനം താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലത്തെ റോൾസ് ഒക്കെ ചെയ്തതിന് ശേഷം ജനങ്ങൾ താങ്കളുടെ അടുത്തുനിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നെന്ന് മനസ്സിലാവുന്നുണ്ടോ താങ്കൾക്ക്? പറയുന്നത് സത്യമാണ്. അതെന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനത് മാറ്റിയേ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങൾക്കൊരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഈ റിക്ഷക്കാരൊക്കെ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യുവാണ്. യുനോ, ഇവിടെ റിക്ഷ, അവിടെ റിക്ഷ, തൊട്ടടുത്ത എല്ലാ റിക്ഷയാണ്. ഒരു ദിവസം അവരുടെ അടുത്ത് പറഞ്ഞു, എന്താ ഇതൊക്കെ, നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും പൊട്ടിപ്പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് താഴെ ഇറങ്ങി, എടാ നിനക്ക് എന്താ പ്രശ്നം, നിന്റെ ലൈനിൽ നോക്കി ഓടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ. പക്ഷേ അതിനുശേഷം താങ്കളുടെ വരാനിരിക്കുന്ന സിനിമകൾ നോക്കിയാൽ താങ്കൾ നന്നായതുപോലൊന്നും എനിക്ക് തോന്നുന്നില്ല. റിലീസാകാൻ പോകുന്ന സിനിമയുടെ പേരാണ് മിസ്റ്റർ ഫ്രോഡ്. മിസ്റ്റർ ഫ്രോഡ് സ്റ്റോപ്പായിപ്പോയി. മിസ്റ്റർ ഫ്രോഡ് സിനിമ എടുത്തില്ല, കിഡ്നാപ്പ് ആയിപ്പോയി. കിഡ്നാപ്പ് സിനിമയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനൊരു ഫാദറിന്റെ റോളാണ് പ്ലേ ചെയ്ത്. ഞാൻ മാറി എന്നാ തോന്നുന്നേ. അതായത് താങ്കൾക്ക് ജനങ്ങളോട് ഉറപ്പ് നൽകാൻ പറ്റുമോ താങ്കൾ ഇനി ചെയ്യുന്ന റോളൊക്കെ നല്ല റോളാണ്, അതായത് ഡോൺ പോലുള്ള റോളൊന്നും ചെയ്യില്ലെന്ന്? അത് ഞാനിനി ജനങ്ങളോട് തന്നെ ചോദിച്ചേക്കാം. ഞാൻ എന്ത് റോളാണ് ചെയ്യേണ്ടത്? എന്ത് ഡോൺ സിനിമ? ഓക്കെ സർ. സഞ്ജു, ആക്ച്വലി ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. താങ്കൾ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. താങ്കൾ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ പല തെറ്റുകളും നടന്നിട്ടുണ്ടെന്ന് ഓരോ പ്രാവശ്യവും ജനങ്ങൾ താങ്കളോട് ക്ഷമിക്കുകയും ചെയ്തു. ഇത് എങ്ങനെയുള്ള ഒരു മാജിക് ആണെന്ന് പറയാൻ പറ്റുമോ? അതായത് ജനങ്ങളെ ഇങ്ങനെ മയക്കി വെച്ചിരിക്കുന്നതിന്റെ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് ഒരു ചാൻസ് തന്നിരിക്കാം. അതായത് ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കാം, ഡ്രഗ്സ് വളരെ തെറ്റായ ഈ ലോസിനെ കുറിച്ച് അറിയുന്നത് ഓരോ ജനങ്ങൾക്കും അത്ര നല്ല കാര്യമാണ്. എനിക്ക് ആ ലോസിനെ കുറിച്ച് അറിയില്ല, അങ്ങനത്തെ കാര്യം.
സോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ദൈവം അറിയിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കും. അതും എന്റെ മൂലം ഒരു തെറ്റായ കാര്യമാണിതെന്ന്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികൾ പറയുന്ന ഒരു കാര്യമാണ്, അതെന്താണെന്ന് വെച്ചാൽ സഞ്ജു വളരെ നല്ലൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല മനുഷ്യനാണ്, പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ തെറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം ഒരു വിഡ്ഢി ആയതുകൊണ്ടാണ്. എന്റെ മേത്തുള്ള സ്നേഹം കൊണ്ട് അവരങ്ങനെ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പയ്യനും വളർന്നു വരുന്നവർ ഓരോ തെറ്റ് ചെയ്തിരിക്കും. അതാണ് നേച്ചർ. താങ്കളുടെ ജീവിതത്തിൽ വളരെ കെയർലെസ് ആയിട്ട് താങ്കൾ ഇരുന്നു. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇനി ആ കെയർലെസ് ഒക്കെ മാറാൻ സാധ്യതയുണ്ടോ? എനിക്ക് 50 വയസ്സാവാറായി. അപ്പൊ ഞാൻ മാറിയല്ലേ പറ്റുള്ളൂ.